ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ബിജോയ്. അപ്പം നമ്മൾ ഇന്ന് ഈ ചാനലിൽ നോക്കുന്നത് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് മണി മേക്ക് ചെയ്യുക എന്നുള്ള വീഡിയോസാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു മണി മേക്കിംഗ് മെത്തേഡാണ് നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഷർട്ട്, എല്ലാ സാധനങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് സെല് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഒരു ഡിസൈൻ നിങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് നേരെ നിങ്ങൾ ഈ ഒരു സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യുക. അതായത് ഡിസൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും എങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് നമ്മുടെ സൈറ്റിന്റെ പേര് redbubble.com എന്നാണ്. redbubble.com. അപ്പം ഞാൻ ഈ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയതിനു ശേഷം റെഡ്ബബിൾ എന്ന് സെർച്ച് ചെയ്യാം. റെഡ്ബബിൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ആവാം അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആവാം, ഏത് പ്ലാറ്റ്ഫോമിലും ഇത് വർക്ക് ചെയ്യും. നേരെ ചെന്നിട്ട് ഇതൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. അതായത് നമ്മുടെ മറ്റേ മീഷോയും അതേപോലത്തെ അങ്ങനത്തെ സൈറ്റുകൾ പോലത്തെ ഓരോരോ സൈറ്റുകൾ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് സൈറ്റാണ് ഈ റെഡ്ബബിൾ. അവിടെ നിന്ന് നമ്മുടെ അമേരിക്കക്കാരൊക്കെ എന്ത് ചെയ്യും, അമേരിക്കൻ യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാർ ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് അവർ നമ്മുടെ ഓരോരോ ബനിയൻസും ടീഷർട്ടും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ വാങ്ങും. അപ്പം നമ്മളെ ഡിസൈൻ നല്ലതാണെങ്കിൽ അവർ ബൈ ചെയ്യും. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു പേയ്പാൽ അക്കൗണ്ട് വേണം. പേയ്പാൽ അക്കൗണ്ട് എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണം. എനിക്കില്ല, ഞാൻ അത് തുടങ്ങണം. ഞാൻ സ്റ്റോർ എല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയും പേയ്പാൽ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ബാങ്കിന്റെ സജ്ജീകരണം എനിക്കായിട്ടില്ല. അതായത് ഞാൻ ഒരു ലോക്കൽ ബാങ്കാണ്. അപ്പം നിങ്ങൾക്ക് പേയ്പാലായിട്ട് കുറേ പേര് യൂട്യൂബിൽ പറയുന്നുണ്ട് എങ്ങനെ പേയ്പാൽ അക്കൗണ്ട് തുടങ്ങാതെ. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരെണ്ണം ചെയ്തു വയ്ക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ റെഡ്ബബിൾ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ഉണ്ട്, ടീഷർട്ട് ഉണ്ട്, സൈനപ്പ് ഉണ്ട്, സെൽ യുവർ ആർട്ട് ഉണ്ട്. നമുക്ക് ഞാനിപ്പം ജസ്റ്റ് ഒരു ഇന്റർഫേസ് കാണിച്ചു തരാം. എങ്ങനെയാണ് കസ്റ്റമറിന്റെ ഇന്റർഫേസ് ആണ്. അതായത് ഇതേപോലെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് കുറെ കാര്യങ്ങളുണ്ട്. വുമൻസ് ക്ലോത്തിങ്, മെൻസ് ക്ലോത്തിങ്, ടീഷർട്ട് ആൻഡ് ടോപ്സ്, ഹുഡീസ് ആൻഡ് സ്വെറ്റ് ഷർട്ട്, പിന്നെ സ്കേർട്സ്, ലെഗിങ്സ്, നമുക്ക് കണ്ടോ ഇഷ്ടംപോലെ കാറ്റഗറീസ് അവൈലബിൾ ആണ്. നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉദാഹരണം കാണിച്ചാൽ, ഞാൻ വുമൻസ് ക്ലോത്തിങ്ങിൽ എടുത്തു. വുമൻസ് ക്ലോത്തിങ് എടുത്ത് അത് ലോഡിംഗ് ആയി. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ എന്താ ഓരോരുത്തരും അവരവരുടെ ഡിസൈനാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരുത്തർ ഇതാണ്ട് സോറി ഐ ആം ലേറ്റ്, ഐ ഡിഡ്ന്റ് വാന്റ് ടു കം. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ഓരോരോ ടൈപ്പ് തന്നെ മങ്കിയിടത് ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ഇമേജൊക്കെ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഈ പേസ്റ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും കോപ്പിറൈറ്റ് ലോ അനുസരിച്ച് കോപ്പിറൈറ്റ് കിട്ടും, പ്രശ്നമാവും, ഫുൾ സീനാവും. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കരുത്. നിങ്ങൾ അക്കൗണ്ട് വരെ ബാൻ ആവും. അപ്പം ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് ലീഗലായിട്ട് എടുക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഇപ്പം ചെയ്യാം. അതായത് ഈ വീഡിയോ തന്നെ ഞാൻ ഉൾപ്പെടുത്താം. അപ്പം നമുക്ക് നേരെ ഇതെങ്ങനെ തുടങ്ങാം, സ്റ്റോർ എങ്ങനെ തുടങ്ങാം എന്ന് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ഓക്കെ, നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു കാറ്റഗറിയാണ്. നിങ്ങൾക്ക് എന്താണോ, അപ്പം ഇപ്പം വുമൻസിന് വേണ്ടി ചെയ്യുന്നവരാണെങ്കിൽ വുമൻസിന് വേണ്ടി മാത്രം ചെയ്യുക. അതായത് വുമൻസിന് നിങ്ങൾക്ക് ചെയ്യാം, മെന്നിന് വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ കാറ്റഗറി ഇപ്പം വുമൺ ആണ് നിങ്ങളെങ്കിൽ, അതായത് നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ അപ്പം നിങ്ങൾക്ക് എങ്ങനെ അറിയാമല്ലോ ആൾക്കാർക്ക് പെൺപിള്ളേർക്ക് ഏത് ടൈപ്പുള്ള ഡ്രസ്സാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം ആ ഒരു മോഡേൺ ടൈപ്പ്, ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൈപ്പിൽ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നേരെ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നിങ്ങൾ നേരെ റെഡ്ബബിൾ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് സെൽ യുവർ ആർട്ട് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലാതെ റെഡ്ബബിൾ നേരെ വന്നാലും സെൽ യുവർ ആർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. തന്നെ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഇവിടെ സ്റ്റാർട്ട് സെല്ലിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റാർട്ട് സെല്ലിങ്ങിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കും കസ്റ്റമർ സൈനപ്പ് ഉണ്ട്, ആർട്ടിസ്റ്റ് സൈനപ്പ് ഉണ്ട്. അപ്പം നമ്മളൊരു ആർട്ടിസ്റ്റാണ്, അതായത് നമ്മുടെ ഒരു ഡിസൈനാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. ഓക്കെ, അത് ഞാൻ ഇടിയുന്നില്ല. യൂസർ നെയിം, അതായത് നിങ്ങളുടെ എന്തായാലും ഞാൻ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ബുദ്ധിമുട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കിയിട്ടൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ യൂസർ നെയിം ഞാൻ ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ബ്രാൻഡ് പറയുകയാണെങ്കിൽ ഞാൻ എന്താ പറയും, ഇപ്പം ബിജോയ് ബ്രാൻഡ് എന്ന് വേണ്ട, അതായത് നിങ്ങളുടെ പേരിടാതിരിക്കുക മാക്സിമം. അതായത് ഒരു ഉദാഹരണം പറഞ്ഞില്ല, ഇപ്പൊ എക്സ എന്ന് വെച്ചു, എക്സ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ഷോപ്പിന്റെ പേരിടുക. ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കല്യാൺ സിൽക്സ്, അതേപോലെ കല്യാൺ, അപ്പം അതൊരു ബ്രാൻഡ് അല്ലേ, അതേപോലെ ഒരു ബ്രാൻഡ് യൂസർ നെയിം ഇടുക, എന്നിട്ട് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇന്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്കും ചെയ്യാൻ കേട്ടോ, അത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നിങ്ങൾക്കൊരു ഐക്കൺ വേണം. അതായത് നിങ്ങൾക്ക് ഒരു ഐക്കൺ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു ഐക്കൺ, നിങ്ങളുടെ
പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ നമ്മുടെ വാട്സപ്പിലൊക്കെ ഇടും പോലെ ഒരു ഐക്കൺ വേണം. അപ്പോൾ ആ ഐക്കൺ എവിടെ നിന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ബിസിനസ്സിനെ പറ്റിയിട്ടാണോ അല്ലെങ്കിൽ ക്ലോത്തിനെ പറ്റിയിട്ടാണോ ഏതിനെ കുറിച്ചാണെങ്കിലും നിങ്ങൾ നേരെ ക്ലോത്ത് എന്ന് വെച്ചോ. എന്നിട്ട് ക്ലോത്തിന്റെ കൂടെ ഐക്കൺ ഫൈൻഡർ എന്നും കൂടെ അടിച്ചു കൊടുക്കുക. ഐക്കൺ ഫൈൻഡർ. ഈ ഐക്കൺ ഫൈൻഡറിന്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺസ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ആരും ഒന്നും ചോദിക്കില്ല. അപ്പം നേരെ നമ്മുടെ ഐക്കൺ ഫൈൻഡറിൽ പോയതിന് ശേഷം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും കളേഴ്സ് ഈ സൈറ്റിനകത്ത് കയറിയിട്ട് ഞാൻ കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പം ഇതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഫ്രീ എന്ന് കാണിക്കുന്നതെല്ലാം ഫ്രീ ആണ്. അതായത് നമുക്ക് ഇവിടെ സെർച്ച് ഇങ്ങനെ ഫ്രീ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയിട്ടുള്ളതെല്ലാം കാണിക്കുന്നുണ്ട്. എൻ്റെ ഇന്റർനെറ്റ് സ്ലോ ആയതുകൊണ്ട് ലോഡ് ആവുന്നില്ല. ഓക്കെ ലോഡായി വന്നിട്ടുണ്ട്. നമുക്ക് കളേഴ്സിൽ ഇത്രയും കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇത് എടുത്തെന്ന് വെച്ചു. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മോർ സൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ സൈസ് കൂട്ടും തോറും ഇതൊക്കെ എന്ത് ചെയ്യും, ക്വാളിറ്റി കൂടും. ഓക്കെ, അത് ക്രിയേറ്റീവ് ഓക്കെ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിന് ഇത് തന്നെ. അതുപോലെ തന്നെ 128 PX 200 PX നിങ്ങൾക്ക് മാക്സിമം ഒരു 512 എടുത്തിടാൻ നോക്കുക. ഓക്കെ, അതാണ് ക്വാളിറ്റി ഉള്ള സാധനം. അപ്പോൾ നമ്മുടെ ഐക്കണുമായതിനു ശേഷം നമുക്ക് ഡാഷ്ബോർഡ് ഇങ്ങനെയായിരിക്കും തുറക്കുക. ഞാൻ ഡാഷ്ബോർഡ് കാണിച്ചു തരാം. ഇതെൻ്റെ ഒരു അക്കൗണ്ടാണ്. അക്കൗണ്ട് തുടങ്ങിയതിനു ശേഷം തന്നെ എനിക്കിനി ആഡ് ചെയ്യാനുള്ളത് സോഷ്യൽ ലിങ്ക് ആഡ് ചെയ്യാനുണ്ട്, പേയ്മെന്റ് ഡീറ്റെയിൽസും. കാരണം എനിക്ക് ഈ പേയ്പാൽ അക്കൗണ്ട് തുടങ്ങാത്തത് കൊണ്ടാണ് ഈ പേയ്മെന്റ് ഡീറ്റെയിൽസ്. ബാക്കി ഞാൻ പ്രോഡക്റ്റുകൾ എൻ്റെത് 5 അവർ ആദ്യം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 13 ഇട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെത് പേയ്മെന്റും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് വാങ്ങാനായിട്ട് പറ്റുള്ളൂ. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ആദ്യം. ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ്. ഞാൻ ഹോൾസെയിൽ ടെഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ അവരുടെ വീഡിയോ ഇത് കണ്ടിട്ട് ഇത് പറഞ്ഞതാണ്. അത് ഓൾമോസ്റ്റ് 2 വർഷമായി ഞാൻ ഇതൊന്നും നോക്കാതെ എനിക്ക് പേയ്പാൽ അക്കൗണ്ട് തുടങ്ങുന്നതിനെ പറ്റിയിട്ട് അറിഞ്ഞിടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ്. അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐക്കണുമായി നിങ്ങൾ സൈനപ്പുമായി നിങ്ങളുടെ സ്റ്റോറും തുറന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ റെഡ് ബബിൾ. ഓക്കെ, ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാവും. എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കും വരിക. ഇതിൻ്റെ അകത്ത് ഡിസൈൻ ഉണ്ട്. 5 ഡിസൈൻ ചെയ്ത് വെക്കുക. ആദ്യമേ 5 ഡിസൈൻ ചെയ്ത് വെക്കുക. ഡിസൈൻ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. അടുത്ത് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യുന്നു. കവർ ഇമേജ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ യൂട്യൂബിൻ്റെ ഒക്കെ നമ്മുടെ കവർ ഇമേജ് ചെയ്യില്ല, അതേപോലെ. അപ്പം നമ്മുടെ കവർ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, വെറും വൈറ്റ് ആയിട്ട് വേണമെങ്കിൽ വൈറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിടാം. എങ്ങനെ വേണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആഡ് ബയോ, നമ്മളിപ്പോൾ ഒരു വാട്സപ്പിലൊക്കെ ബയോ ഇടാറില്ലേ, അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്താ പറയുക, ഓസം ഷോപ്പാണ്. അതായത് ഇതിനകത്ത് വെറൈറ്റി ഡിസൈൻസും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളത് നിങ്ങളൊരു ടാഗ് ലൈൻ പോലെ ചെയ്യുക. പിന്നെ നമ്മുടെ നെയിമും അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യുക. ഇമെയിൽ ഐ ഡി അവിടെ ചെയ്യുമ്പോൾ നമ്മളെ ഇമെയിൽ ഐ ഡിക്കകത്ത് നമുക്ക് കൺഫർമേഷൻ മെസ്സേജ് വരും. ഇപ്പോൾ ഇമെയിൽ ഐ ഡിയിൽ കൂടെയാണ് നമ്മൾ ലോഗിൻ ചെയ്യണം. നമ്മൾ ഇമെയിൽ ഐ ഡി നോക്കുമ്പോൾ ഇവരുടെ സൈറ്റിൽ നിന്ന് നമുക്കൊരു ഇമെയിൽ കിട്ടും, മെയിൽ ഐ ഡി കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് മെയിൽ വഴി നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അത് കൺഫർമേഷൻ നമ്മളൊരു വ്യക്തിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ഇന്ത്യയിലെ സപ്പോർട്ടാണ്. ഞാൻ ഇവിടെ ഇരുന്ന് തന്നെയാണ് ചെയ്തത്. അപ്പോൾ കൺഫേം ചെയ്യാൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് OTP കാര്യങ്ങളൊക്കെ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇവരുടെയൊക്കെ മെയിൽ വരും. നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, വേറെ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ആദ്യം എങ്ങനെയാണ് ഒരു ഡിസൈൻ ഉണ്ടാക്കാം എന്ന് നോക്കാം. നിങ്ങൾ നേരെ ക്യാൻവയ്ക്കകത്ത് പോവുക. ഓക്കെ, ക്യാൻവ, ജസ്റ്റ് ഗൂഗിളിൽ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് തുറക്കുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ഉണ്ടാവും. ഓക്കെ, സൈനപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, ഫ്രീ അക്കൗണ്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ റൈറ്റ് കോർണറിൽ ക്രിയേറ്റ് ഡിസൈൻ ഒന്നുണ്ടാവും. ക്രിയേറ്റ് ഡിസൈനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം കസ്റ്റം സൈസ് എന്ന് കൊടുക്കാം. കസ്റ്റം സൈസിൻ്റെ അകത്ത് വിഡ്ത്ത് 4000 അടിക്കുക, ഹൈറ്റ് 5000 അടിക്കുക. എന്നിട്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പിക്സൽ ആയിരിക്കണം, ഇഞ്ചസിലൊന്നും എടുത്തിടരുത്, പിക്സൽ ആയിരിക്കണം. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്ന് കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്ന് കൊടുത്തിട്ടതിന് ശേഷം അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഇമേജസും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, എലമെന്റ്സ്. ഞാനിപ്പം എന്താണ് പറയാം, മങ്കി എന്ന് ടൈപ്പ് ചെയ്യണം. നമ്മൾ നേരത്തെ മങ്കി ആണല്ലോ, മങ്കി. അപ്പോൾ മങ്കിയുടെ ഗ്രാഫിക്സ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, ഫോട്ടോസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ കിങ്ങിന്റെ പടം ഉള്ളതെല്ലാം നമ്മൾ പൈസ കൊടുക്കട്ടെ. അതായത് ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കണം, 460 രൂപ പെർ മന്ത്. ഇതിന്നൊക്കെ ഏൺ ചെയ്ത് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ടല്ലേ ചെയ്യുന്നത്, അപ്പം ഒരു പൈസയും ചിലവില്ലല്ലോ, നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇതെല്ലാം മങ്കിയുടെ അടിച്ച് നോക്കിയപ്പോൾ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മങ്കീനെ എടുത്തു. അപ്പോൾ ഇവിടെ മാജിക് റെക്കമെൻഡേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള സെയിം കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇമേജസ്. അപ്പം ഇതിൻ്റെ അകത്ത് ബ്ലൂ ഷെയ്ഡ് കാണിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പടം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മളിങ്ങനെ ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം എഡിറ്റ് ഇമേജ് എന്നുണ്ടാവും. അപ്പോൾ എഡിറ്റ് ഇമേജിൽ ഞാൻ ഈ മഞ്ഞ പോർഷൻ ചെക്ക് ചെയ്താൽ ഇതാണ് ഈ മഞ്ഞ പോർഷൻ. അപ്പം നമ്മൾ ആ മഞ്ഞനെ ചെക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാം,
കറുപ്പാക്കി കൊടുത്താൽ കറുപ്പായി, വൈറ്റ് ആക്കി കൊടുത്താൽ വൈറ്റ് ആവും. നമുക്കിഷ്ടമുള്ള കളർ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഉദാഹരണം റോസ് വയ്ക്കുകയാണെങ്കിൽ റോസ്, ചുവപ്പ് വയ്ക്കുകയാണെങ്കിൽ ചുവപ്പ്, ഒന്നും എറിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ബ്ലാക്ക് ആണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തത്. ഓക്കെ, ബ്ലാക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പം കുറച്ച് കളറും കൂടെ ഒന്ന് മാറ്റട്ടെ. അതായത് ഇപ്പം ചുവപ്പാക്കി കൊടുക്കാം, ലൈനും കറുപ്പാക്കാം അല്ലേ. ലൈനും കറുപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ബോഡിയുടെ കളർ ഒരു ചാര കളറാക്കിയാലോ? അല്ലല്ല, റെഡാക്കാം, വെറൈറ്റി ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ ഇത്രയും ചെയ്തിട്ട് നമുക്ക് പൊസിഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിന് നിങ്ങൾ നേരെ ഇതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡ് കോർണറിൽ ടെക്സ്റ്റ് ഒന്നുണ്ടാവും. നിങ്ങൾക്ക് ഹെഡിങ് വല്ലതും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോരോ നമ്മുടെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ. യെസ്, അപ്പം ഓരോരോ കാര്യങ്ങൾ നമുക്ക് എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ആദ്യം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഒന്നിന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് പൈസ കൊടുക്കണ്ട. അപ്പം ഇത് നമുക്ക് ഫ്രീ അല്ലേ. അപ്പം നമുക്കത് എൻഗേജ്ഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വലുതാക്കാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും, എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു മോഡലിലായിരിക്കും ഇതിൻ്റെ ഗ്യാപ്പ് വരിക. അപ്പോൾ നമുക്ക് ഈ കേത്തി അതിനെയൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയണം. കാരണം അവരുടെ കാര്യങ്ങൾ നമുക്ക് വേണം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മതി. അപ്പം ഞാൻ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഐ ആം ഇഡിയറ്റ് ജസ്റ്റ് ഒന്ന് വയ്ക്കുകയാണ്. ഐ ആം ഇഡിയറ്റ്. ഓക്കെ, ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ വെച്ചു. ഇത്രയും ഞാൻ ചെയ്തു. ഇതിന് ശേഷം ഇതാണ് എൻ്റെ ഡിസൈൻ എന്ന് വയ്ക്കുക. ഡിസൈൻ എന്ന് വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിന് ശേഷം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഡൗൺലോഡ് കാണാൻ പറ്റും. ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പ്രോ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ഇതിന് ശേഷം അവിടെ കുറച്ച് സമയം എടുക്കും. നിങ്ങളെ ഡൗൺലോഡ് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഡിസൈൻ ഡൗൺലോഡായി. നമ്മൾ നേരെ അടുത്ത് നമ്മൾ റെഡ് ബബിളിലോട്ട് പോവാം. നിങ്ങൾക്ക് ഇവിടെ 5 ഡിസൈൻ ഉണ്ടാക്കണ്ടേ. ഇതേപോലെ നിങ്ങൾ ഒരു 5 എണ്ണം, ഇപ്പം മങ്കിയുടെ സ്ഥാനത്ത് ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ക്യാറ്റ്, പൂച്ചക്കുട്ടീനെ ഒക്കെയാണ്. അയ്യോ, ക്യാറ്റ്സ്. ഓക്കെ, ഗ്രാഫിക്സ് ഇതിൻ്റെ അകത്ത് തന്നെ ഇതൊരു ക്യൂട്ട് ക്യാറ്റ് ആണല്ലോ. അതാണ് ഞാൻ ഐ ആം ഓസം എന്ന് ഇടാണ്. ഓസം. ഓക്കെ, ഞാൻ ഇതിനെ എടുത്ത് നടുക്കോട്ട് വയ്ക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക ഭാവനയിലാണ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ ഇതിനെയും കൂടെ സേവ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ സേവ് കൊടുത്തു. അപ്പോൾ അടുത്ത എനിക്ക് 5 ഡിസൈൻ ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പം ഓരോരോ വാക്കുകൾ എഴുതി മാറ്റിയതിന് ശേഷം അയാമോസോ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യാം. അതിന് ശേഷം നിങ്ങളുടെ ഈ ഡാഷ്ബോർഡിൽ വരാം റെഡ് ബബിളിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നിങ്ങൾക്ക് ഇമേജ് വയ്ക്കണം എന്നുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് ഇമേജ് ആണ് നിങ്ങൾക്ക് വയ്ക്കാൻ ഒരു ആഗ്രഹം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നേരെ ഗൂഗിളിൽ പോയതിന് ശേഷം പിക്സബേ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. പിക്സബേ ആ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്ത് ഇതിലോട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ പിന്നീടായിട്ട് ചെയ്യാം. കാരണം ഇത് ലോങ് ആയി പോകും. അതായത് അത് കുറച്ചിത്തിരി ഭയാനകമായ ടോപ്പിക്കാണ്. നമുക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം പിക്സബേ ചെയ്യും മുമ്പ് നിങ്ങൾ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല. ഓക്കെ, നമ്മൾ റെഡ് ബബിളിൽ പോയതിന് ശേഷം നമ്മുടെ ആഡ് ഡിസൈൻ ഉണ്ട്. ആഡ് ന്യൂ വർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, എൻ്റെ കമ്പ്യൂട്ടർ ഫ്രീസ് ആയെന്നാണ് തോന്നുന്നത്. ഓക്കെ, ആഡ് ഡിസൈൻ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡിസൈൻ നിങ്ങളുടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നിട്ടുണ്ട്. ആഡ് ന്യൂ വർക്ക്, ചെക്കിങ് ഇഫ് ദ സൈറ്റ് കണക്ഷൻ. ഓക്കെ, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും നിങ്ങളുടെ ഇതനുസരിച്ച്. ഓക്കെ, അപ്ലോഡ് ന്യൂ വർക്ക് ഉണ്ട്, കോപ്പി ആൻഡ് എക്സിസ്റ്റിംഗ് വർക്ക് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ന്യൂ വർക്ക്, ഞാൻ പുതിയ വർക്കല്ലേ, അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലിൽ പോവുക, ആടെ ഹെഡിങ്, ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന സാധനമാണ് ഈ കാണുന്നത്. ഓക്കെ, ഐ ആം ഓസം. ഞാൻ ആ ഒരു ഇതാണ് കാറ്റിൻ്റെ. അപ്പം 95% അപ്ലോഡായി. നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, അപ്ലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അവർ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ടൈറ്റിൽ ഉണ്ടാക്കി. ഈ ടൈറ്റിൽ നമുക്ക് ഐ ആം ഓസം ക്യാറ്റ് ടീഷർട്ട്, അല്ലെങ്കിൽ ക്യാറ്റ് എന്ന് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാറ്റഗറിയിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ടീഷർട്ട് മാത്രമായതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ചെയ്യാത്തത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ടീഷർട്ട് എന്നിട്ട് ഒരു കോമ അടിച്ചു കൊടുക്കുക. അപ്പം സെപ്പറേറ്റ് ആയി, ടാഗ് അത് സെപ്പറേറ്റ് ആയി.
അതിനുശേഷം എന്താന്ന് പറയാ, ക്യാറ്റ് സെപ്പറേറ്റ് ആയി, ഫണ്ണി ക്യാറ്റ്, ഓക്കെ, ഓസം. ജസ്റ്റ് നമ്മളെ ഒരു ആൾക്കാർ സെർച്ച് ചെയ്യാൻ കണക്കിനുള്ള രീതിയിലുള്ളത് നിങ്ങളൊന്ന് ടാഗ് ചെയ്തതിന് ശേഷം കൊടുക്കുക. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ, ഞാനിപ്പം എന്താ പറയുക, ഐ ആം ഓസം ക്യാറ്റ് വെക്റ്റർ, എന്താ പറയുക, വെക്റ്റർ ടീഷർട്ട്, ഇമേജ് ടീഷർട്ട്, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ടീഷർട്ട്, ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും നോക്കണ്ട, ഐ എം ന്യൂ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ഇതെല്ലാം ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ നമ്മുടെ ടീഷർട്ടിൻ്റെ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ടീഷർട്ടിനുള്ള ഞാൻ എല്ലാം എനേബിൾ ചെയ്ത് ഇതൊന്ന് ഒരു വൃത്തികേട് കൊള്ളാന്നുള്ളതൊക്കെ, ഗ്രാഫിക് ടീഷർട്ട് ഡ്രസ്സസ് അത് ഇടുക, സ്റ്റിക്കർ മാഗ്നറ്റ് ഓക്കെ, എ ലൈൻ ഡ്രസ് അതും വേണ്ട, നമ്മുടെ ഫോൺ കേസ് അതെല്ലാം ഡിസേബിൾ ചെയ്തിട്ടു. ഞാൻ എല്ലാം ഡിസേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ കേട്ടോ. അതുകൊണ്ട് അവരുടെ ബാക്ക് കവർ ഇതെല്ലാം ഇതിന് എന്ത് ചെയ്യും, ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ക്ലോക്ക് ഞാൻ കൊടുക്കാം, എന്നാലും നമുക്കൊരു അബദ്ധം പറ്റാതിരിക്കരുത്, മനസ്സിലായില്ലേ? അതായത് ഞാൻ ഇതെല്ലാം ഡിസേബിൾ ചെയ്തതിന് ശേഷം, എല്ലാം ഡിസേബിൾ ചെയ്തിട്ട് ഡിസേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ മേളിലോട്ട് പോയതിന് ശേഷം തന്നെ ഞാൻ ഐ ആം ഓസം ക്യാറ്റ് ടീഷർട്ടാണ്, ടീഷർട്ട്, ഞാനിപ്പോൾ ടീഷർട്ട്. അപ്പോൾ അതായത് ഒരാളിപ്പം ഞാനിപ്പോൾ ഇവിടെ ടിക്ക് കൊടുത്തല്ലോ, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരാൾ ടിക്ക് കൊടുക്കുകയാണ്, അതായത് മൗസ് പാഡിന് വേണ്ടിയിട്ട് ടിക്ക് കൊടുക്കുകയാണ്. അതായത് ഓസം ക്യാറ്റ് ടീഷർട്ട് എന്ന് അവിടെ കാണിക്കുള്ളൂ മൗസ് പാഡിൻ്റെ സ്ഥാനത്ത്. പക്ഷെ മൗസ് പാഡ് കാണും, ആൾക്കാർ നോക്കുമ്പോൾ ഇതൊന്നും തോന്നി ഏവായിട്ടത് ഇത് ടീഷർട്ട്, അങ്ങനെ ആൾക്കാർ വിചാരിക്കും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓസം ക്യാറ്റ് അല്ലെങ്കിൽ ഹൂ ലവ്സ് ക്യാറ്റ്, അല്ലെങ്കിൽ ഹൂ ഡസൻ ലവ് ക്യാറ്റ് അങ്ങനെയൊക്കെ ഇടുക. അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്ത് വരും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഇട്ടത് എന്തുവാണെന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഡ്രോയിങ് കൊടുത്തു, പെയിൻറ്റിങ് ആൻഡ് മിക്സ്ഡ് മീഡിയ കൊടുക്കുകയാണ്. അതിനുശേഷം ഒപ്റ്റിമൈസ്ഡ് ഉണ്ട്, ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒപ്റ്റിമൈസ്ഡ് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഒപ്റ്റിമൈസ് ഉള്ളതിൽ നമുക്ക് ഏതാണോ ആവശ്യം അതിലൊന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ജസ്റ്റ് ടീഷർട്ട് എന്നുള്ളതിൽ ടീഷർട്ട് കൊടുക്കുകയാണ്. അവിടെ ഒപ്റ്റിമൈസ് കൊടുത്താലും കുഴപ്പമില്ല, എന്നിട്ടും ഐ ഹാവ് ദ റൈറ്റ് ടു സെൽ എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ന്യൂഡിറ്റി ഉണ്ടോ, അതായത് ന്യൂഡിറ്റി മെച്യൂർ കണ്ടന്റ്സ് ഉണ്ടോ എന്നുള്ളത് ഇതില്ലാതെ ചെയ്യുക, മാക്സിമം ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇല്ല, എനിക്കതില്ല, എനിബഡി പബ്ലിക് കൊടുക്കുക, എന്നിട്ട് സേവ് വർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 0% പ്രോസസ്സിന് അത് 100% ആകുമ്പോൾ നിങ്ങളുടെ വർക്ക് അപ്ലോഡായി. ഇത് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന്മാർ വാങ്ങിക്കുമെന്നോ അമേരിക്കയിലുള്ള ആരെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ $20, അതായത് പകുതി ഡോളർ, അതായത് $10 നിങ്ങൾക്ക് കമ്മീഷൻ. അതായത് $10 എന്ന് പറയുമ്പോൾ ചില്ലറയായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. $10 എന്ന് പറഞ്ഞാൽ 820 രൂപ. ഒരു ബനിയൻ 820 രൂപയൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടും, എവിടെ കിട്ടൂല. ഓക്കെ, 820 നമുക്ക് വച്ചു കഴിഞ്ഞാൽ 820 വെച്ച് 10 പേര് നിങ്ങളുടെ ഈ ബനിയൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ 8200 രൂപ. 100 പേര് വാങ്ങിച്ചു കഴിഞ്ഞാൽ 82,000 രൂപ. അപ്പം നമ്മളൊരു 30 ദിവസം 30 ഡിസൈൻ ഇട്ടു, ഏതെങ്കിലും ഒരു പെട്ടെന്ന് അങ്ങനെ ബ്ലൂ അപ്പ് ആവുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യാതിരിക്കരുത്. ചെയ്ത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ബ്ലൂ അപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടിയാൽ എൻ്റെ ചാനൽ നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, ബൈ ബൈ.